നമ്മൾ ഫ്രീ ഫയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു ബാറ്റിൽ ഫീൽഡ് ഗെയിമാണ്. പബ്ജി ആയിട്ടൊക്കെ ഏകദേശം നിൽക്കുന്നത്. പക്ഷെ അത്രയും ഗ്രാഫിക്സും സൈസൊന്നും ഇല്ലെങ്കിലും സാധാരണക്കാർക്ക് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് കേട്ടോ ഫ്രീ ഫയർ. എല്ലാവർക്കും കളിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു ഫ്രീ ഫയറിനെക്കാട്ടി പബ്ജിയെക്കാട്ടി കുറച്ചും കൂടെ പാടാണ് എനിക്ക് തോന്നുന്നു ഫ്രീ ഫയർ. പെട്ടെന്ന് ചാവും. പബ്ജിയിലൊന്നും അങ്ങനെ പെട്ടെന്ന് ചാവത്തൊന്നും ഇല്ല. നമുക്ക് എവിടെ ഏത് കൂറ്റിക്കാട്ടിയാണെങ്കിലും ഒളിച്ചിരിക്കുക. ഇതിൽ അങ്ങനെയൊന്നും നടക്കത്തില്ല. അപ്പം ഞാനന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് കുറച്ച് ലോബിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതും ന്യൂബുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രോസൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാനും ആദ്യമൊക്കെ ഞാൻ ഗെയിം കളിക്കുക, ജസ്റ്റ് വന്നിട്ട് സ്റ്റാർട്ട് കൊടുത്ത് ഗെയിം കളിക്കുക, അങ്ങനെ ഒരു പതിവായിരുന്നു. പിന്നീടാണ് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ, സ്റ്റോറി, ലക്കി റോയൽ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ കളി ഇരിക്കുന്നത്. ഒരു പ്ലെയറിൻ്റെ കളി എങ്ങോട്ട് തിരിക്കണം എന്ന് വെച്ചാൽ ഈ ലോബിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം എല്ലാവരും അത് അറിഞ്ഞിരിക്കണം, ന്യൂബുകളൊക്കെ. അപ്പോൾ എന്നെപ്പോലുള്ള അൾട്രാ ന്യൂബുകളൊക്കെ പ്രത്യേകം അറിഞ്ഞിരിക്കണം. കുറേയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട്, നമുക്ക് ഈ പ്രോ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ആ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പം മെയിൻലി ഫസ്റ്റ് നോക്കട്ടെ, സ്റ്റോർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റോർ ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റോറിൽ എല്ലാ ദിവസവും ഡെയിലി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. അത് ഫ്രീ ആണ്. അത് നമുക്ക് കയറുക, ഓപ്പൺ ചെയ്യുക, നമുക്ക് ഗോൾഡ് കിട്ടും. എല്ലാ ദിവസവും ഡെയിലി ചെയ്യണം സംഭവം കേട്ടോ. അപ്പം നമുക്ക് ഗോൾഡ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യാതിട്ടുന്നത് വേസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഫ്രീ ഫയറിൽ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ വളരെ അപൂർവമാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് അവർ ഇങ്ങോട്ട് തരുമ്പോൾ അത് എടുക്കാതെ പോകുന്നത് വളരെ മോശമല്ലേ. അപ്പോൾ അത് പിന്നെ അതിൻ്റെ താഴെ ലക്കി റോയൽ ഉണ്ടല്ലോ. ഈ ലക്കി റോയൽ രണ്ടാമത് നടക്കുന്ന ഗോൾഡ് റോയൽ ഉണ്ട്. അതിൽ ഡെയിലി ഒരു സ്പിൻ ഫ്രീ ആണ്. അപ്പം ഞാൻ ഒരെണ്ണം കറക്കി രാത്രി തന്നെ. ഒരു സ്പിൻ ഫ്രീ ആണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. കറക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും സാധനം കിട്ടും. അപ്പം അത് നിങ്ങൾ ഡെയിലി കറക്കണം. പിന്നെ അതിൻ്റെ താഴെ ക്യാരക്ടറുണ്ട്. നമുക്ക് കളി തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആകെ 1-2 ക്യാരക്ടർ അങ്ങാണ്ട് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ ക്ലാ വെച്ചിട്ടാണ് കളിക്കുന്നത്. എനിക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണെങ്കിലും ഞാൻ ഇവനെ ഫുൾ ലെവലപ്പ് ആക്കിയിട്ടേക്കും. അതുകൊണ്ട് ഞാനങ്ങനെ അധികം വേറെ ആരും വെച്ച് കളിക്കാറില്ല. പിന്നെ ഒരു അലോക്കിനെ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പം ക്യാരക്ടറിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ വോൾട്ട്, നമുക്കിപ്പോൾ കളിച്ച് നമുക്ക് ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ ഇവിടെയാണ്, വോൾട്ടിലാണ്. ഉണ്ട് തൊപ്പി, കണ്ണാടി, ഷർട്ട്, പാൻറ്റ്, ഷൂസ്. അപ്പം നമുക്ക് കിട്ടുന്നതനുസരിച്ച്, എക്യുപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ വന്ന് കിടക്കും സാധനം. നമുക്കത് മാറ്റിയൊക്കെ ഇടാം, ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. അപ്പം നമ്മളത് ഒരുപാട് കളിക്കണം. ഒരുപാട് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പിന്നൊക്കെ ചെയ്താൽ ആ ലക്കി റോയൽ ഉണ്ടല്ലോ, അത് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നല്ല ട്രിവിക്കിനെ വിളിക്കുന്നത് റാങ്കിൽ കളിക്കാനത് കയറി നോക്കാം. ഓ മൈ ഗോഡ് ട്രിവിക്കി, ഞാൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ന്യൂബുകളിൽ ലോബിയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പോഴാണ് നീ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. എന്നാൽ നമുക്ക് അല്ലല്ല നമുക്ക് കളിക്കാം. ഞാൻ എൻ്റെ കൂടെ പറഞ്ഞോളാം, സീനില്ല. എന്ത് കളിക്കാനാ? ചെകുത്താനുണ്ടായിരുന്നല്ലോ, ചെകുത്താനെയും കൂടി ഇൻവൈറ്റ് ചെയ്യാൻ വരുന്നു. ചെകുത്താൻ പ്ലേയിങ്. നീ ഡിയോ ഡിയോ അൾട്രാ ന്യൂ പ്ലേയിങ് ഡിയോ റാങ്ക്ഡ് മാച്ച് വീഡിയോ ഇടാം. അപ്പം ഗായ്സ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എത്രയും അറിഞ്ഞില്ലേ. ഇനിയിപ്പം ഒരു മാച്ച് കളിച്ച് കാണിച്ചു തരാം. റെഡി കൊടുക്കണം മിച്ചു. യെസ്, റെഡി കൊടുത്തു. ഞാൻ കുറച്ച് മുമ്പേ അവരുമായിട്ട് ഒരു ക്ലാഷ് കോഡ് കളിക്കുമായിരുന്നടാ. ജെഫിനും സുജിത്തും ഡോഗ് ടാഗ് കളക്ട് ചെയ്യുക. ഡോഗ് ടാഗ് കളക്ട് ചെയ്യണം. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഡോഗ് ടാഗ് കിട്ടും. അത് ഒന്നും മിണ്ടിയില്ല, ഞാനും അങ്ങോട്ടൊന്നും മിണ്ടിയില്ല. ജെഫിന്, സുജിത്ത്, സുവിത്ത്, പിന്നെ ഞാൻ. ഇതാണ് നമ്മൾ പ്ലെയിൻ കയറാൻ നിൽക്കുന്ന സ്ഥലമാണ്. കണ്ടോ, അവിടെ ഇങ്ങനെ ഓടി കളിക്കണം. ഇവിടെ എന്നിട്ട് നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് എല്ലാവരും നോക്കണം. എല്ലാവരും ഓടുന്നുണ്ടെങ്കിൽ നല്ല നല്ല പ്ലെയേഴ്സ് ആണ്ടാ. ഓടുന്നുണ്ടോ, തോക്കൊക്കെ വെച്ചിട്ടാ ഓടുന്നവന്മാര്. അതെ, എന്നെപ്പോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കണം. ന്യൂബുകൾ ബോട്ടുകളൊന്നും ഇല്ലല്ലോ ദൈവമേ. ഫുൾ പ്ലേയേഴ്സ്. പ്ലെയിൻ. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. റാങ്ക്ഡ് മാച്ചിലൊക്കെ നമ്മൾ പോയി പീക്കിൽ കണ്ട പീക്ക് എന്ന പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മളാണ് പീക്കിൽ ഇറങ്ങും. പക്ഷെ അവിടെ ഒരിക്കലും ഇറങ്ങല്ലോ, അവിടെ വലിയ പ്ലേയേഴ്സ് ഇറങ്ങും. പിന്നെ ആദ്യമേ വെടി കൊണ്ട് ഓടേണ്ടി വരും. അപ്പൊ നമ്മളങ്ങ് ദൂരെ
അങ്ങ് ദൂരെ ഇറങ്ങണം. അപ്പൊ ഒരു തെണ്ടിയും വരത്തില്ല നമ്മുടെ അടുത്തോട്ട്. പ്രോസ് ഒക്കെ പോയി ഇറങ്ങും, പക്ഷെ നമ്മളെ പോലെ ന്യൂബുകള് ഇങ്ങനെ ദൂരെയൊക്കെ പോയി ഇറങ്ങാവുള്ളു. അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. റാങ്ക് ഒക്കെ കളിച്ച് മൈനസ് വീണ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ ബ്രോൺസും സിൽവറും വരെ, ഗോൾഡ് വരെ ഓക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പ്ലാറ്റിനം ഡയമണ്ടും ഒക്കെ ആണെങ്കിൽ കുറയുമെന്ന് തോന്നുന്നു മൈനസ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഒരു ടോപ്പ് 10 കയറാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പൊ അതിനെ പുഷ് ചെയ്ത് കളിക്കണം നമ്മള്. പുഷ് ചെയ്ത് കളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. വളരെ സിമ്പിൾ ആണ് പുഷ് ചെയ്ത് കളിക്കാൻ. ബർമൂഡ ഇറങ്ങുന്ന എല്ലാരും നമ്മുടെ സഹോദരനും സഹോദരിയാണെന്ന് നമ്മൾ വിചാരിച്ച ആരും ഓക്കെ, ആരെയും വെടിവെക്കല്ലോ. എവിടെയെങ്കിലൊക്കെ പൊളിച്ചിരിക്കണം, കണ്ടാ പോലും വെടിവെക്കല്ലോ. അതാണ് പുഷ് ചെയ്ത് കളിക്കുന്നതിന്റെ ഗുണം. നമ്മളെ റാങ്കും കൂടും, നമ്മൾ കളിക്കുന്ന. വിക്കിതാ ഇവിടെ നിറച്ച് ലെവൽ 2 ബാഗ് ഇരിക്കുന്നുടാ, ഒന്നെടുത്തോ. ഞാൻ വന്നിറങ്ങിയപ്പോ തന്നെ ലെവൽ 3 ബാഗ് കിട്ടി, എന്തിനാണോ ആവും. തോക്കുകളുടെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പൊ തന്നെ ജസ്റ്റ് ഞാൻ കളിച്ച് കാണിച്ചു തരാം. നൂബുകൾ എങ്ങനെയാ റാങ്ക് കളിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓടിപ്പോന്നുണ്ടോ, തോക്കിരിക്കട്ടെ, സീനില്ല. നമ്മുടെ ഡ്രസ്സിൽ തന്നെ ആൾക്കാർ പേടിച്ചു പോകണം. നൂബാണേലും നമ്മള് എലൈറ്റ് പാസ് ഒക്കെ എടുക്കുന്ന നല്ല കിടക്കാച്ച ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ അവന്മാര് പേടിച്ചോടും. കൊറേയൊക്കെ, എല്ലാരും ഒന്നും പേടിച്ചോടത്തില്ല കേട്ടോ. സൈക്കിളൊക്കെ വന്ന് ഇങ്ങോട്ട് വന്ന് വെടിവെച്ചിട്ട് പോവും. നമ്മളാരും ഉപദ്രവിച്ചില്ലേലും അവന്മാർ ഇങ്ങോട്ട് വരും. അതൊന്നും തെണ്ടികളാ. അപ്പോ വേണ്ട, ഞാൻ എവിടെ നിൽക്കുന്നേ? സോൺ വന്നില്ലല്ലോ. സോൺ വരുമ്പോ കാണിച്ചു തരാം. ഫസ്റ്റ് സോണിൽ നമ്മൾ ഒരിക്കലും അടിക്കലും, അതിപ്പം ക്ലാസിക് ആണേലും റാങ്ക് കളിക്കുകയാണേലും ഫസ്റ്റ് സോണിൽ നമ്മൾ ഒരിക്കലും അടിക്കലും. ഫസ്റ്റ് സോണിൽ നമ്മൾ ലൂട്ട് മാക്സിമം പറക്കാൻ നോക്കണം. എവിടെയൊക്കെ പോയാൽ നമുക്ക് ലൂട്ട് എടുക്കാൻ പറ്റും അവിടെയൊക്കെ പോയി ലൂട്ട് എടുക്കുക. വെസ്റ്റും ഒരു ഹെൽമെറ്റും മസ്റ്റ് കേട്ടോ. നമ്മൾ ആദ്യം എടുക്കേണ്ട ഒരു വെസ്റ്റ് ഹെൽമെറ്റും. അതില്ല നമ്മുടെ കളി പോയെന്ന് കൂട്ടിക്കോ. അതിലൊന്നുമില്ല, മറ്റേ നോക്കാം. സ്കിന്നിടാ, സ്കിന്നിടാൻ എടുത്തില്ല ഇതുവരെ. അപ്പോ ആദ്യം നമ്മൾ എന്തായാലും ഒരു വെസ്റ്റും ഹെൽമെറ്റും മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം കേട്ടോ. അല്ലെ നമ്മുടെ കളി ഗതക്കുദാഹവ പോയെന്ന് കൂട്ടിയാൽ മതി. അല്ലെ വെടി മൊത്തം നെഞ്ചത്തോട്ട് കിട്ടും. അതുകൊണ്ടെങ്കിൽ കുറേ വെടിയെങ്കിലും അതിൽ തടഞ്ഞു നിന്നോളും. പിന്നെ ഒരു 2 തോക്കെടുക്കണം. അതൊരു ഷോർട്ട് റേഞ്ച് ഒരു ലോങ് റേഞ്ച് നിങ്ങളങ്ങ് എടുത്താൽ മതി. അതിനെപ്പറ്റി ഞാൻ പറയാം, എൻ്റെ ഫേവറേറ്റ് തോക്ക് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ 2 തോക്കെടുത്തേ കണ്ടില്ലേ. ഷോർട്ട് റേഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്, ലോങ് റേഞ്ച് എടുത്തിട്ടുണ്ട്. സ്കിന്നില്ല, എൻ്റെ സ്കിന്ന് പോയി കിടക്കുവാന്ന് തോന്നുന്നു, നോക്കട്ടെ. അതിന് സ്കിന്നുണ്ട്, സ്കാറിന്. ചുമ്മാ സ്റ്റൈലിന് ഇരിക്കട്ടെ സ്കിന്നൊക്കെ, ഒരു കാര്യമില്ല. ഇപ്പം റാങ്ക് പുഷ് ചെയ്യുകയാണ്. ഇത് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് ഇടേണ്ടി വരും. സമയം ഒരുപാട് ഉള്ളതുകൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്തേണ്ടി വരും. കട്ട് ചെയ്തിടാൻ ഞാൻ മാക്സിമം നോക്കാം, ഫുള്ളായിട്ട് ഇടാം. ഈ കട്ട് ചെയ്ത് ഈ വെടിവെക്കുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്തിടുന്ന കുറേ ടീംസ് ഉണ്ട്. എന്തുവാടാ? കണ്ട് ഇപ്പോഴേ പോകണ്ട, ഇവിടെ ഒളിച്ചിരിക്കാന്ന്. ഈ കട്ട് ചെയ്ത് വെടിവെക്കുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്തിടുന്ന കുറേ ടീംസ് ഉണ്ട്. അതൊക്കെ വെറുതെ കേട്ടോ. അവരൊക്കെ ചിലപ്പോൾ ആദ്യം ചാവുന്ന ടീംസൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്കങ്ങനെ കട്ട് ചെയ്തിടാൻ വലിയ താല്പര്യം ഇല്ല. ഇത് ലെങ്ത് കൂടുതലാണ്, ഞാൻ കട്ട് ചെയ്തിടാം. കുറേയൊക്കെ വെടിവെക്കുന്ന പോർഷനല്ല, വെടിവെക്കാനൊന്നും പോകുന്നില്ല, പോട്ടെ. റാങ്ക്ഡ് വെടി വെച്ചിട്ട് എന്തിനാന്ന്, പാവങ്ങൾ ചത്തു. അപ്പോൾ ഫ്രീ ഫയറിനോട് താല്പര്യമുള്ളവർ, ഫ്രീ ഫയർ കളിക്കുന്ന പിള്ളേരുണ്ടല്ലോ, നമ്മുടെ കൊച്ചു മുത്തുമണികൾ, നിങ്ങളൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയ കുറേ വീഡിയോസ് ഇടാൻ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഫസ്റ്റ് ഒരു വീഡിയോ ഞാനൊന്ന് കളിച്ചിടുന്നേ ഉള്ളൂ ജസ്റ്റ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം ബാക്കി വീഡിയോസ് അങ്ങോട്ട് ഇടാൻ. ഡെയിലി വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടുണ്ട്. ഡെയിലി കളിയുണ്ട് ഞങ്ങൾ, അപ്പം ഡെയിലി ഇടാം. ക്ലാഷ് സ്ക്വാഡിൻ്റെ വീഡിയോ, റാങ്ക്, ക്ലാസിക്ക് ഒക്കെ കാണാം. നൂബ് ബൂയൊക്കെ അടിക്കുന്ന നമുക്ക് വീഡിയോ ഇടാം, സീനില്ല.
നമ്മളെ അൾട്രാ നൂബല്ലേ പൊളിക്കും. ഇങ്ങനെ ഓടി നടക്കുക കണ്ട, സോണിൻ്റെ ഒക്കെ പുറയിൽ വെളിയിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുക, ഒളിച്ചും പാത്ത് നിൽക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ സോണിൻ്റെ ഇങ്ങനെ റാങ്ക് കളിക്കുമ്പോൾ നൂബ്സ് ഇല്ലടാ ഇങ്ങനെ പോയി ഈ മഷ്റൂമൊക്കെ എടുക്കണം. മഷ്റൂം തിന്നുമ്പം ഇടയ്ക്ക് ഇങ്ങനെ കുനിഞ്ഞ് എണ്ണിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എനിമി ഉണ്ടെങ്കിൽ നമ്മളെ തലക്കടിക്കും. അങ്ങനെ കുറച്ച് ട്രിക്സൊക്കെ ഉണ്ട് ഫ്രീ ഫയറിൽ, ട്രിക്സൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നൂബുകളുടെ കളികൾ. ഇതൊക്കെ വെച്ചിട്ട് ഇ പിയും എച്ച് പിയും ഉണ്ട്. നമ്മുടെ ലൈഫുണ്ട്, താഴെ ലൈഫുണ്ട്, അതാണ് എച്ച് പി. പിന്നുള്ളത് തന്നെ ഇ പി ആണ് നമ്മൾ മഷ്റൂമൊക്കെ തിന്നും ഈ ഇൻഹേലർ അടിച്ചും കൂട്ടുന്ന ഈ എച്ച് പി അല്ല ഇ പി. അപ്പോൾ ഇ പി കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഫസ്റ്റ് സോൺ വരുമല്ലോ, അപ്പം ഫസ്റ്റ് സോണിനകത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ചാകത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഇ പി ഫുള്ളാണെങ്കിൽ, ഇ പി എപ്പോൾ തീരുന്നോ, നമ്മുടെ ഇ പി ഫുൾ തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എച്ച് പി കുറയത്തുള്ളൂ. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം കൊണ്ട് ഓടി നമുക്ക് തിരിച്ച് കയറാൻ പറ്റും സോണിലോട്ട്. അതാണ് ഇ പി എപ്പോഴും നമ്മൾ എടുത്തു വെക്കണം. ഫസ്റ്റ് സോണിലൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാശ്രയമാണ്. പിന്നെ എനിമിയൊക്കെ അടിക്കുന്ന അടിയൊക്കെ കുറച്ചൊക്കെ ചിലപ്പോൾ കുറഞ്ഞ് കിട്ടും, എല്ലാം ഒന്നും കുറഞ്ഞ് കിട്ടത്തൊന്നുമില്ല. കുറച്ചടി അവിടെ ഇവിടെയൊക്കെ നമുക്ക് വലുതായിട്ടൊന്നും ഏക്കത്തില്ല. എപ്പോഴും ഇ പി ഒക്കെ എടുത്ത് വെക്കുക. മഷ്റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടലും, ആക്രാന്തത്തോടെ തിന്നോണം. ഞാൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് കുറേ ട്രിക്സൊക്കെ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ആ ലോബിയിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടി എടുത്തതാണ്. അപ്പോഴാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. അപ്പം എന്നാൽ കളിച്ചുകൊണ്ട് പറയാമെന്ന് വെച്ച്, പക്ഷെ കാണിച്ചു തന്നാലേ കുറേയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ഇന്നിനി 1-2 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം കുറേയൊക്കെ കറക്റ്റാവും. ഞാനിപ്പോൾ ഉണ്ട് സോണിൻ്റെ അവിടെ മൂലയ്ക്കായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയുണ്ട്. ഇവിടെ അങ്ങ് ഒരു തെണ്ടിയും വരത്തില്ല, വേറെ കാര്യം. ഇവിടെയൊക്കെ ഇങ്ങനെ മാറിയിരിക്കണം. ഒരിക്കലും നമ്മൾ റാങ്ക് കളിക്കുമ്പോൾ പീക്കിലും ക്ലോക്ക് ടവറിലൊന്നും പോയി ഇറങ്ങലും, നമ്മൾ ആ പ്രോസൊക്കെ പറയുമ്പോൾ അവിടെ പോയി ഇറങ്ങണം, അവിടെയാണ് പൊളി. പക്ഷേ നമ്മൾ റാങ്ക് എപ്പോഴും പുഷ് ചെയ്ത് കളിക്കാവുള്ളൂ. നമ്മൾ നൂബുകൾ, അല്ലാതെ പ്രോസിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. നമ്മൾ നൂബുകൾ എപ്പോഴും ഇങ്ങനെ പുഷ് ചെയ്ത് കളിക്കാവുള്ളൂ. നമുക്കൊരു റാങ്ക് കളിക്കുമ്പോൾ, ക്ലാസിക് കളിക്കുമ്പോൾ നിങ്ങൾ പീക്കിലോ എവിടെ ആണെങ്കിലും പോകാൻ ഇറങ്ങിയോ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്ന പീക്കിലും ക്ലോക്ക് ടവറിലും ആണ്. അപ്പോൾ മാക്സിമം അവിടെ ഇറങ്ങാണ്ട് ഇച്ചിരി നമ്മുടെ പ്ലെയിനിൻ്റെ അവിടെ നിന്ന് ഒരു കുറച്ച് മീറ്റർ, ഒരു 300 മീറ്ററൊക്കെ മാറി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറേ. ഇപ്പം ഇനി 29 പേരും കൂടെ ഉണ്ട്. ഞങ്ങൾ 2 പേര് കുറച്ച് കഴിഞ്ഞാൽ 27 പേരും കൂടി ഇനി ഉണ്ട്. അപ്പോൾ ഒരു ടോപ്പ് 10 കയറാണ്ട് ചത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മൈനസ് ആയിരിക്കും വീഴുന്നത്. അപ്പം മാക്സിമം അങ്ങനെ ചാകാണ്ടിരിക്കാൻ നോക്കുക. ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കാണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതാകുമ്പോൾ നമുക്ക് എങ്ങൊന്നും ഹെഡടി കിട്ടത്തില്ല. ഹെഡടി കിട്ടാതിരിക്കാനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളാണിത്. ഇങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവന്മാർക്ക് ഡയറക്റ്റ് അടിക്കാനൊന്നും പറ്റത്തില്ല വലുതായിട്ട്. അപ്പോൾ എവിടെ ഇരിക്കുമ്പോഴും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഞാൻ ഇപ്പം പഠിച്ചേ ഉള്ളൂ കേട്ടോ. കളി തുടങ്ങിയ സമയത്ത് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ പഠിച്ചു തുടങ്ങിയത്. പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നമ്മുടെ മുത്തുമണികൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഗിൽട്ടിലെ പിള്ളേർ വരുമ്പോൾ നമുക്കൊരു കളി കാണിച്ചു തരാം, പൊളിക്കളി കാണിച്ചു തരാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് ഡോഗ് ടാഗ് കളക്ട് ചെയ്യണം. അപ്പം കൂടുതൽ കളിയും ക്ലാഷ് കോഡായിരിക്കും ഇന്ന് കളിക്കുന്നത്, ഡോഗ് ടാഗിന് വേണ്ടിയിട്ടേ. അപ്പം ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ റെക്കോർഡിങ് അതിൻ്റെ കയറി പറഞ്ഞോണം. യൂട്യൂബിൽ ഇടാനുള്ളതാ കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അതെ. എന്തായാലും അവനെന്തേ വിക്കി, നീ എവിടാടാ? വിക്കി എന്നെക്കാട്ടി അൾട്രാ നൂബ് ഉണ്ടോ? അവനങ്ങ് നമ്മുടെ കടലിൻ്റെ അവിടെ ഒക്കെ പോയിരിക്കും. അതാകുമ്പോൾ ആരും വരത്തില്ലല്ലോ. എടാ മോനെ, ഓടുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടി കൊടുക്കുക. അതൊക്കെ ചെറിയ ചെറിയ ട്രിക്സാണ്. ഇത്
പിന്നെന്താണ് റാങ്ക് പറ്റുക. റാങ്ക് എപ്പോഴും നമ്മളൊരു ഡയമണ്ടിലൊക്കെ ഇട്ട് ഇരിക്കുക. ഹീറോയ്ക്കൊക്കെ ഇടാൻ ഭയങ്കര പാടായിരിക്കും. അല്ലെങ്കിൽ അതിനും വേണ്ടി റാങ്ക് എന്ന് പറഞ്ഞ് ചത്ത് കിടക്കുന്നവരുമാണ്. നമ്മളങ്ങനെ ഇല്ല, നമുക്കൊരു ഡയമണ്ടിലൊക്കെ കിടന്നാൽ മതി. ഹീറോയ്ക്കൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട്, അതിനൊക്കെ മെനക്കേടാണ്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ ഒളിച്ചും പാത്തിരുന്നത് അതും പറ്റത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിക്കാം. റാങ്ക് കൂടുള്ളവന്മാർ കളിക്കണം എന്ന് പറയുമ്പോഴേ ഞാൻ കളിക്കാറുള്ളൂ റാങ്ക്. അല്ലെങ്കിൽ ഞാൻ റാങ്ക് ഒന്നും അങ്ങനെ അധികം കളിക്കാറില്ല. ഉമ്മാർക്ക് റാങ്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കും. വേണ്ട ഒളിച്ചിരിക്കുന്നുണ്ടോ? വേണ്ടല്ലോ, അത് വന്നല്ലോ. അന്നേരത്തിന് പണിയില്ലേ. വിക്കി ബായ്, വിക്കി ബായ് ഇവനെന്താ മിണ്ടാത്ത? ഇവന്റെ നെറ്റ് പോയോ ദൈവമേ? അല്ലല്ലോ, അനങ്ങുന്നുണ്ട്. വിക്കി ബായ്, അരെ ബായ്, ബായ്, ഡാ 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 ഡാ. എന്തേലും പറയടാ വിക്കി ബായ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒളിച്ചിരുന്ന് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിധി വരെ നമ്മുടെ റാങ്ക് ഒക്കെ കൂട്ടാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. റാങ്ക് കൂട്ടണമെന്ന് ആഗ്രഹമുള്ളവർ. അല്ലാണ്ട് നമുക്ക് ഒളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ധീര ജവാനാന്ന് പറഞ്ഞ് പോകുന്നവർ പോയി ചാകുക, അതിൽ കൂടുതൽ പറയാനില്ല. ഞാനിങ്ങനെയാണ് റാങ്ക് കളിക്കുന്നത്. ക്ലാസിക്കൊന്നും അങ്ങനെയില്ല. ക്ലാസിക്കൊക്കെ ഡയറക്റ്റ് പീക്കിൽ ഇറങ്ങും. അതിപ്പം അവരെ വെടിവെച്ച് കൊല്ലും എന്തായാലും നമ്മൾ, അല്ലെ നമ്മളെ വെടിവെച്ച് എന്തായാലും അവന്മാർ കൊല്ലും. സീനില്ല, അത് വലിയ സീൻ വരുന്നില്ലല്ലോ, നമ്മുടെ ഒന്നും കുറയുന്നില്ല. പക്ഷേ റാങ്ക് കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കോർ കുറയും, ബാറ്റിൽ സ്കോറൊക്കെ. അപ്പം നമ്മളെ റാങ്കിനെ അത് കുറേ ബാധിക്കും. അതുകൊണ്ടാണ് ഞാനധികം റഷ് ചെയ്ത് കളിക്കാത്ത. റാങ്ക് എപ്പോഴും ഞാൻ പുഷ് ചെയ്ത് കളിച്ചിട്ട് ക്ലാസിക് എപ്പോഴും റഷ് ചെയ്ത് കളിക്കും. പിന്നെ ക്ലാഷ് കോഡ് കളിക്കുന്നതിന് അതിൻ്റെ വേറെ സ്റ്റൈലുണ്ട്. ക്ലാഷ് കോഡൊന്നും പണ്ട് ആർക്കും വേണ്ടാതെ കിടന്ന കളിയാണ്. ഇപ്പോഴാണ് ക്ലാഷ് കോഡൊക്കെ നല്ല പൊളിയായി വന്നത്. അതിൻ്റെ റാങ്ക് ഇറങ്ങിയോണ്ട് ഇപ്പം എല്ലാവരും ക്ലാഷ് കോഡാണ്. വേണ്ട 21 പേര്, 19 പേരും കൂടെ ഉണ്ട്. നമ്മളെ കൂടെ കൂട്ടി 21. ഇവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഡേഞ്ചർ ആയതുകൊണ്ട് ആരും വരാൻ പോകുന്നൊന്നുമില്ല. ടോപ്പ് 5 എങ്ങനെയും കയറിയാൽ മതിയായിരുന്നു. 21 പേരും കൂടെ ഉണ്ട് ഈ ചെറിയ സോണിനകത്ത്. 21 പേരോ ദൈവമേ. നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യമില്ല, നൂബുകളൊക്കെ ചെയ്യണം കേട്ടോ, കളി തുടങ്ങിയവർ. എന്നാന്ന് വെച്ചാൽ ആ സ്റ്റോറി കയറിയ ഡെയിലി നമ്മളത് ഡെയിലി സ്പെഷ്യൽ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. പിന്നെ ഗോൾഡ് റോയൽ ഡെയിലി സ്പിൻ ചെയ്യണം, ഒരെണ്ണം ഫ്രീ ആണ്. പിന്നെ വൗച്ചറൊക്കെ കിട്ടാനുള്ള ടെക്നിക്കൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പം അതെന്തായാലും ചെയ്യണം. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഓൾറെഡി കാണും, അപ്പോൾ ഡ്രസ്സൊക്കെ ഇടയ്ക്ക് മാറ്റണം. പിന്നെ ക്യാരക്ടറിനെയൊക്കെ ലെവലപ്പ് ചെയ്യണം. നമുക്ക് ഗോൾഡ് മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിനെ ലെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ക്യാരക്ടറിൻ്റെ സ്കിൽസൊക്കെ ലെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ആ സ്റ്റോറി കയറി ഡെയിലി സ്പെഷ്യൽ എടുത്താൽ നമുക്ക് ഗോൾഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ മാച്ച് ജയിച്ചാൽ കുറേ ഗോൾഡ് കിട്ടും. അങ്ങനെ ഗോൾഡ് കൂട്ടുക, നമ്മുടെ ക്യാരക്ടറിൻ്റെ സ്കിൽസൊക്കെ കൂട്ടുക, അതാണ് ഗോൾഡ് കൊണ്ടുള്ള ഉപയോഗം. പിന്നെ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ടിലാണ് കളികൾ മൊത്തം ഇതിനകത്ത് കേട്ടോ. ഡയമണ്ട് കിട്ടാനുള്ള ഓപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലിങ്കൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ടൊക്കെ ഡബിൾ കിട്ടും. പിന്നെ ഡയമണ്ട് പൈസ ഉള്ളവർക്ക് കൂടുതൽ സാധനം കിട്ടും, പൈസ ഇല്ലാത്തവർക്ക് കുറച്ച് സാധനം. എന്നാലും സ്കിൽസൊക്കെ പലരുടെയും പലതല്ലേ, അതിലൊന്നും കാര്യമില്ല. പിന്നെ കാണാൻ ഒരു ലുക്ക്. ഹൈ, ഇമോട്ട് കാണിക്കാം. ഇതാണ് കോളനി ഇമോട്ട്. ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും ഇമോട്ട് കിട്ടിയിട്ടുണ്ട്, ഫ്രീ ആയിരുന്നു. ഫ്രീ ഫയർ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോനെ അത് കണ്ടോ, പുഷ് ചെയ്ത് കളിച്ചവനാ. ഒറ്റയടി അവനടിച്ച് ഭാഗ്യത്തിന്. ഇപ്പം ഞാൻ ചത്തുപോയനെ മോനെ. കൊന്നോടാ വിക്കി അവനെ. വിക്കി അവനെ കൊന്നോന്ന് എനിക്കൊരു ഡൗട്ട്. അവൻ ചത്ത്. കൊന്നോടാ അവനെ. ഭാഗ്യം ഇല്ലപ്പം ഞാൻ ചത്തുപോയനെ ദൈവമേ. ഇമോട്ട് കോളനി ഇമോട്ട് കാണിച്ചപ്പോൾ തന്നെ ഉണ്ടോ.
വെടി എവിടെ നിന്നൊക്കെയാ വരുന്നതെന്ന് അറിയത്തില്ല. അവൻ കടലിൽ കിടക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മളെക്കാട്ടി വലിയ രൂപോ അവിടെ കളി. ഇനി 7 പേരേ ഉള്ളൂ. അപ്പം ഒരു 5 പേര് നമ്മളിപ്പോൾ ടോപ്പ് 10 കയറി. അപ്പോൾ ഇതിനെ ചെത്തൊരു ടോപ്പ് 5 കയറാം. അതുകൊണ്ട് അവിടെ നിന്ന് അടിയൊക്കെ വരുന്നു. അതുകൊണ്ട് അവനെ അവിടുന്ന് അടിച്ചേണ്ട. അവിടെ ഒരു ഗ്ലൂ വാൾ ഇരിക്കുന്നുണ്ടല്ലേ, അവിടെ ഒരു തെണ്ടി ഉണ്ട്. അവിടുന്ന് മാറുന്നതായിരിക്കും നല്ലത്. എനിക്ക് ടോപ്പ് 5 കയറണം. കമോൺ. അതുകൊണ്ട് അവിടെ ഗ്ലൂ വാൾ. അങ്ങോട്ട് പോലെടാ വിക്കി, അവിടെ എനിമി ഉണ്ടടാ. കുമ്മനടിച്ച വല്ല നടക്കുമോ നോക്കട്ടെ. കുമ്മനടിച്ചാൽ നടക്കത്തില്ല. കുമ്മൻ ഇപ്പഴല്ല അടിക്കണ്ട. എവിടെടാ അടുത്ത മറ്റേ എനിമി? ആയിര് ചത്ത്. അപ്പം ടോപ്പ് 4 കയറി. ടോപ്പ് 5 കയറിയെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. +20 വേണ്ട. +20 കയറിയില്ലേ? സീനില്ല. ടോപ്പ് 3 അതാണ് എന്താ പുഷ് ചെയ്ത് കളിച്ചപ്പോൾ ഉള്ള ഗുണം ഇതാണ്. റാങ്ക് നമുക്ക് കൂടും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ലോബിയിലെ ബാക്കി ട്രിക്സും ലോബിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ ഇതുപോലെ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ പഠിപ്പിച്ചു തരാം അടുത്ത വീഡിയോ ആട്ടെ. അതല്ലെങ്കിൽ ഇത് ഒരുപാട് ലോങ് ആയിപ്പോയി വീഡിയോ. റെഡി കൊടുക്കാം, സ്റ്റാർട്ട് കൊടുക്കാറാ. ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. അപ്പോൾ കളിക്കാം. ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ആ കാര്യം പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയുടെ വെച്ച് എൻ്റെ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കളിക്കാം. അപ്പോൾ ആ കാര്യം പറഞ്ഞ വീഡിയോ എൻ്റെ ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കോളനി മോട്ട്. അപ്പം അപ്പം ടാറ്റ ഗൈസ്.